ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ. കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. മൊയ്തീൻ കുഞ്ഞി കണ്ണാട്, സംസ്ഥാന സെക്രട്ടറി MA ലത്തീഫ്, സെക്രട്ടേറിയറ്റ് മെമ്പർ MA ഇബ്രാഹിം സാഹിബ്. കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കരുത്. വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ INL സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിൻ നടന്നു വരികയാണ്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ ഇനി കാസർഗോഡ് വരെയുള്ള ജില്ലാ ആസ്ഥാനങ്ങളിൽ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാം അറിയുന്നതാണ്. ഏതു വിധത്തിലും ഇനിയും ഒരു LDFന്റെ ഭരണം ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട നെറികെട്ട ആപത്തായ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. വർഗീയ ധ്രുവീകരണമുണ്ടാക്കി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിൽ മോഡി കയറുമ്പോൾ ഇവിടെ മറ്റൊരു രീതിയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി LDFന്റെ ഭരണത്തെ താഴെ ഇറക്കിക്കൊണ്ട് UDFന്റെ അധികാരത്തിൽ കയറാനുള്ള കുറുക്കുവഴികൾ തേടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട്, ഈ കേരള സംസ്ഥാനത്ത് സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട്, ആ നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളം നെഞ്ചുയർത്തി നിൽക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തികപരമായ വളർച്ച, കേരളത്തിന്റെ വ്യവസായ മേഖലകളിലുള്ള വളർച്ച, ആരോഗ്യ മേഖലകളിലുള്ള വളർച്ച, അങ്ങനെ എല്ലാ മേഖലകളിലും മറ്റുള്ള സംസ്ഥാനത്തിന് മാതൃകയായിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലയിലുള്ള യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ MLA, അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കാസിം ഇരിക്കൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി, വേദിയിലും സദസ്യമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ മതനിരപേക്ഷവാദികളെയും ജനാധിപത്യവാദികളെയും മതനിരത്തുക എന്ന ലക്ഷ്യമാണ് ഈ പരിപാടിക്ക് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യം വളരെ ദുർഘടം പിടിച്ചൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കാര്യത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ഭരണ സംവിധാനം രൂപപ്പെടുത്തിക്കൊണ്ട് പിന്നീട് അവർ നടത്തിയ പ്രവർത്തനത്തിലൂടെ വർഗീയത നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടാൻ തുടങ്ങി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെതായ സമരത്തിൽ ഒന്നിൽ പോലും അവർ പങ്കെടുത്തില്ല. പ്രവർത്തനത്തിൽ അവരിപ്പോൾ ചെയ്യുന്നത് ഭരണകൂട സംവിധാനത്തിൽ തന്നെ ഉപയോഗിക്കും. നിയമനിർമ്മാണത്തിലൂടെ, എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വർഗീയതയെ ശക്തിപ്പെടുത്തുകയും മതധ്രുവീകരണത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ദർശിച്ച ഏറ്റവും വലിയ വർഗീയ സംഘർഷങ്ങൾ അഥവാ വർഗീയ ധ്രുവീകരണ പ്രശ്നങ്ങൾ നിരാലംബമാവുകയും ആലായനം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത വലിയ വർഗീയ സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് എല്ലാവർക്കും തിരക്കിലാണ്.
പിന്നീട് അതുപോലൊരു സംഭവം ഉണ്ടാകുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴാണ്. വളരെ ബോധപൂർവം ബാബറി മസ്ജിദിനെ തകർക്കുകയും ബാബറി മസ്ജിദ് എന്ന വിഷയത്തെ ആസ്പദമാക്കി അവർ രാജ്യവ്യാപകമായി പ്രചാരണം നടത്തുകയും പിന്നീട് കർശനം നടത്തിയ ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയും ചെയ്തപ്പോൾ അതുവഴി രാജ്യത്തെമ്പാടും വലിയ വർഗീയ സംഘർഷങ്ങളും ആക്രമണങ്ങളും നടക്കേണ്ടത്. പിന്നീട് വരുന്നത് ഗുജറാത്തിലെ വംശഹത്യയെ തുടർന്നാണ്. ഗുജറാത്ത് വംശഹത്യ ഒരു നിമിത്തമായി കിട്ടിയ ഗോത്ര സംഭവത്തെ അവരുപയോഗിച്ചത് ഒരു ജനവിഭാഗത്തിനുള്ളിൽ കൊണ്ടെടുക്കുകയും വംശീയമായി ജനങ്ങൾ വേർതിരിച്ച് പരസ്പരം സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിലേക്ക് നടന്ന സംഭവങ്ങളെല്ലാം നമ്മളിപ്പോഴും ആരും മറന്നിട്ടില്ല. ഗുജറാത്ത് സംഭവത്തെ തുടർന്ന് എന്താണ് ഗുജറാത്തിൽ ഉണ്ടായത് എന്നത് എത്രയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സന്ദർഭങ്ങളെല്ലാം തന്നെ ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണത്തിൻ്റെ സന്ദർഭം. അതിന് കാരണം അന്ന് നമ്മുടെ നാട് ഭരിച്ച രാജ്യം ഭരിച്ച പാർട്ടിയുടെയും മുന്നണിയുടെയും ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടികളാണ്. അഥവാ കോൺഗ്രസ് പാർട്ടി ചെയ്ത അവരുടെ നയവും നിലപാടും, പ്രത്യേകിച്ച് ഈ സമുദായങ്ങളുടെ സാമ്പത്തിക നയം കൊണ്ട് ഒരു ഗ്ലോബലൈസേഷൻ നടപ്പിലാക്കി അഴിമതിയും അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയും വർദ്ധിച്ചു. ആർക്കും നിയന്ത്രണമില്ലാത്തൊരു ഗവൺമെൻറ്റായി ജനം വിരോധിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയുടെ നേതൃത്വത്തിന് അധികാരത്തിൽ അതിനുള്ള പച്ച എന്നതായി പിന്നിട്ടുണ്ടായി. അതെത്തി ഇന്ന് അവർ ആസൂത്രണം ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണത്തിൻ്റെ രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കണം. ഒന്ന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ, മറ്റൊന്ന് ഷോർട്ട് ടേം പദ്ധതികൾ, ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിലൂടെ ഇപ്പോൾ വകുപ്പ് നിയമം ഭേദഗതി ചെയ്യാൻ പോകും. അത് വർഗീയമായ കാഴ്ചപ്പാട് ഇത്തരത്തിൽ നിയമങ്ങൾ ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ വർഗീയ ധ്രുവീകരണം നടത്താമെന്നാണ് നിയമനിർമ്മാണത്തിൽ. അതുപോലെ തന്നെ എങ്ങനെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈക്കലാക്കൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈക്കലാക്കൽ. അങ്ങനെ ആ വിദ്യാഭ്യാസ മേഖലയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് തങ്ങളുടെ ആശയവും തങ്ങളുടെ ലക്ഷ്യവും ഇന്ത്യൻ ജനതയെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അതുവഴി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നതാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതി. ഇങ്ങനെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തതോടൊപ്പം തന്നെ ഇപ്പോൾ ചരിത്രത്തിലാണെങ്കിൽ ചരിത്ര കൗൺസിൽ മാറ്റി എല്ലാം തിരുത്തുകയാണ്. മുഗൾ ഭരണത്തെക്കുറിച്ചൊന്നും ഒരു പഠനവും ആവശ്യമില്ല. ഡാർവിൻ്റെ പഠന സിദ്ധാന്തത്തെക്കുറിച്ചൊന്നും ഒരു പഠനവും ആവശ്യമില്ല. കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ല. ഇക്കാര്യത്തിലെല്ലാം വിടപെടുകയാണ്. എല്ലാത്തിനും ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ദീർഘകാലാടിസ്ഥാനമാണ്. ആർക്കും എവിടെയും ഒരു രേഖയിലും പറയാത്ത കാര്യമാണ്. പക്ഷേ ഹനുമാൻ എന്ന ദിവസം കഴിഞ്ഞാൽ ഹനുമാൻ ജയന്തി ആഘോഷിക്കണം. അതിന് രാജ്യം മുഴുവൻ ഘോഷയാത്രകൾ സംഘടിപ്പിക്കണം. ഘോഷയാത്രകൾ കടന്നു പോകുന്ന പാതയോരങ്ങളിലെ മറ്റ് മതസ്ഥരുടെ വീടുകളും ആരാധനാലയങ്ങളും കടകളും തകർക്കണം. തൊട്ട് പിന്നാലെ ബുൾഡോസർ ഇടിച്ചു നിരത്തുക. അങ്ങനെ ബുൾഡോസർ രാജ്യം നമ്മൾ കണ്ടു. ഒരു ദിവസം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയത്ത് ആക്രമണങ്ങൾ അരങ്ങേറുകയാണ്. അപൂർവ ജന സംസ്ഥാനം, കേരളം പോലുള്ള അപൂർവ ജന സംസ്ഥാനങ്ങൾ ഒഴിച്ച് ശ്രീരാമ ജയന്തിയാണ്. ഹനുമാൻ ജയന്തി പോലെ തന്നെ ശ്രീരാമ ജയന്തിയാണ്. മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക വിശേഷം പറയും. ഈ വിശേഷത്തിൻ്റെ പേരിൽ ഘോഷയാത്രകളോ ആഘോഷങ്ങളോ സംഘടിപ്പിക്കും. അതിൻ്റെ പേരിൽ മറ്റു മതസ്ഥരെ ആക്രമിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും അവരുടെ കടകൾ സ്ഥാപനങ്ങളും തകർക്കുകയും ചെയ്യുന്നു. ഇത് മതധ്രുവീകരണത്തിന് അഥവാ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ധ്രുവീകരിച്ച് നിർത്തുന്നതിന് ഏറ്റവും ആകർഷകമായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ ഒരു അരക്ഷിത ബോധത്തിൽ കഴിയുന്ന അവസ്ഥയിലേക്ക് നാടെത്തി. ഇതൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് അരക്ഷിത ബോധത്തിലേക്കാണ്. ഒരു ഭയം നമ്മുടെ മുന്നിൽ ജയിപ്പിക്കുന്നത്. അതൊരു പക്ഷേ കേരളത്തിൽ അത്ര ഫീൽ ചെയ്യില്ല. കാരണം ഇവിടെ അങ്ങനെയൊന്നും അരങ്ങേറിയിട്ടില്ല. അത് അരങ്ങേറിയ സ്ഥലങ്ങളും നോക്കുന്നുണ്ട്. ഭയങ്കര അരക്ഷിതപ്പെടുന്നു. കേരളത്തേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനമാണ് UP. അവിടെ ഒരു സുരക്ഷിതത്വത്തിലാണോ മുസ്ലിം സമുദായങ്ങൾ ഭരണത്തിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണത്തെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് വന്നപ്പോൾ നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു വലിയ ഗുരുതരമായ സ്ഥിതിവിശേഷം രാജ്യത്തെ സൃഷ്ടിച്ചു.
ഇതിനെ എങ്ങനെയാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ നേരിടുന്നത്? ന്യൂനപക്ഷ സമുദായത്തിനകത്ത് ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നല്ല മുമ്പ് തന്നെ സ്വാതന്ത്ര്യ പൂർവ്വകാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നിൽക്കാം. ഇത് വളരെയേറെ ചർച്ചയുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നു. ഞാനത് കുറേ ആലോചിച്ച് പറ്റും. മറ്റേ ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് ചെറുത്ത് പരാജയപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗലാന അബ്ദുല്ല അൽ മൗലൂദി അദ്ദേഹമാണ് ആ സംഘടന ഉണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ ഈജിപ്തിലെ ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദ വർഗീയ പ്രസ്ഥാനത്തിന് ചുവടുപിടിച്ചാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ ദൈവിക രാജ്യമാണ് നമ്മുടെ ലക്ഷ്യം, നമ്മളെല്ലാം ദൈവരാജ്യത്തിന് കൊടുക്കണം. അമുസ്ലിമായ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടേണ്ടതില്ല. അമുസ്ലിമിൻ്റെ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരാനോ അമുസ്ലിമിന് രാജ്യഭരണം കിട്ടുന്നതിന് വേണ്ടിയുള്ള അമുസ്ലിമിൻ്റെ മറ്റൊരു ഭരണത്തിൽ പ്രക്ഷോഭം നടത്താനോ നമ്മൾ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇസ്ലാം വർഗീയത ഏറ്റവും ശക്തമായി കൊണ്ടുവന്ന ഒരാളാണ് ഈ മൗദൂദി പ്രസ്ഥാനം അഥവാ ജമാഅത്തെ ഇസ്ലാം. അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് പിൽക്കാലത്ത് വന്ന് സിമി. അത് കുറേ കൂടി തീവ്രമായി. ആ തീവ്രത്തോട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി ഉയർത്തിക്കൊണ്ടുവരണം എന്ന് അവർ മുദ്രാവാക്യത്തിലേക്ക് കാര്യങ്ങൾ. ആ നിരോധനത്തിന് പിന്നീടെന്തായി പുതിയ വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വഴിമാറിപ്പോയി. SDPI വന്നു, അത് NDF വന്നു, അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാകുന്ന SDPI വന്നു. അങ്ങനെ ചെറുതും വലുതുമായ മുസ്ലിം മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വർഗീയ പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നു. ശതമാനം എടുക്കുകയാണെങ്കിൽ 80% മുസ്ലിം ക്രിസ്തീയ സമുദായം, ബാക്കിയെല്ലാം അതിന് താഴെ. ഈ 80% വരുന്ന ഹിന്ദു ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ, പക്ഷേ 80% വർഗീയതയിൽ നിൽക്കുന്നവരാണ് എന്ന അർത്ഥത്തിലേ അല്ല. 80% വരുന്ന ഭൂരിപക്ഷ സമുദായ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയ പ്രസ്ഥാനത്തിന്, ന്യൂനപക്ഷ മത വർഗീയ പ്രസ്ഥാനത്തിന് എങ്ങനെ കഴിയും? നമ്മൾ മാത്രമല്ല, എങ്ങനെ കഴിയുമെന്നാണ് പ്രശ്നം. ഇനി അത് നേരിടാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധമെടുത്ത് കലാപത്തിലേക്കും കൂടുതൽ അന്തരീക്ഷം വളരെ വ്യക്തിപക്ഷമാക്കുന്നതിൽ കവിഞ്ഞ് ഒത്തുകാണാൻ കഴിയും. പിന്നെ എങ്ങനെ നേരിടാമെന്നതിനാണ് ഈ വർഗീയ ധ്രുവീകരണത്തെ ചെറുക്കണമെങ്കിൽ മതേതരത്വത്തിൻ്റെ കുടിക്കൂറ് ഉയർത്തിപ്പിടിച്ച് മാത്രമേ കഴിയൂ എന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നം. ഏത് ആചാരാനുഷ്ഠാനങ്ങൾക്കും നോക്കാതെ എല്ലാ മതങ്ങൾക്കും, നിലനിൽക്കുന്ന എല്ലാ മതങ്ങൾക്കും ആരാധനാലയങ്ങൾ ഇതെല്ലാം എല്ലാത്തിനും ഒരുപോലെ പരിഗണന ലഭിക്കുന്നതിനെയാണ് മതേതരത്വം പറയുന്നത്. ആ മതേതരത്വം ഈ ഇരുവർഗീയതയും ശക്തിപ്പെടുമ്പോൾ തകർക്കപ്പെടുകയാണ്. ബാബറി മസ്ജിദ് തകർന്നപ്പോൾ ഒരു പഴയ കെട്ടിടം തകർന്നു എന്നല്ല നമ്മൾ കണ്ടത്. ഇന്ത്യ പടുത്തുയർത്താൻ ശ്രമിക്കുകയും നമ്മുടെ ദേശീയ നേതാക്കന്മാരും നമ്മുടെ സാംസ്കാരിക നായകന്മാരും ഒക്കെ പടുത്തുയർത്തിയ മതേതരത്വത്തിൻ്റെ രൂപത്തിലാണ് മതേതരത്വത്തോടെ തകർക്കപ്പെട്ടത് ഒരു കെട്ടിടം. ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ പിന്നെ ഏറ്റവും കടുത്ത ഒരു ആഘാതമായിരുന്നു ബാബറി മസ്ജിദ്. ആഗ്രഹിച്ച മതേതരത്വ രാഷ്ട്രീയമാണ് ഏതൊരു മതം. ഇപ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും തുല്യതയും അതിൻ്റെതായ പരിപാലനത്വവും കാത്തുസൂക്ഷിക്കുകയും ഓരോരുത്തരുടെയും വിശ്വാസം, ഓരോരുത്തരുടെയും ആചാരം അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് മതേതരത്വം. ഇന്ത്യൻ ദേശീയ നേതൃത്വം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർമ്മിക്കുമ്പോൾ പല അഭിപ്രായങ്ങളും വന്നു. അതിൽ വന്നു ഇന്ത്യ ഈ ഭരണഘടന ഇന്ന് പോലെ ആയിരിക്കും, മതത്തിന് അംശങ്ങൾ ചേർന്നതിന് വന്നു, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ രീതിയിൽ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനെല്ലാം ദേശീയ നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ട്. ഫെഡറൽ സംവിധാനത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഇവിടെ ഈ ബഹുമതങ്ങളുള്ള, ബഹുഭാഷകളുള്ള, ബഹുസംസ്കാരങ്ങളുള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും തുല്യതയും പരിഗണനയും ലഭിക്കത്തക്ക നിലയിൽ ആയിരിക്കണം നമ്മുടെ ഭരണഘടന എന്നത് എത്രയോ ദീർഘകാലത്തെ ചർച്ചയുടെയും ഒക്കെ ഫലമായി രൂപപ്പെട്ടു വന്നതാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയുടെ ബലത്തിലാണ് നാം എല്ലാവരും ഇന്നേ വരെ ഈ സമൂഹത്തിൽ ജനിച്ചത്. പക്ഷേ
ഈ ഭരണഘടനയുടെ ഭരണഘടനയിൽ പറയുന്ന മതേതരത്വം അത് അവർ അംഗീകരിക്കുന്നില്ല. ഈ ഫെഡറൽ സെക്യുലറിസം എന്ന് പറയുന്നത് സ്യൂഡോ സെക്യുലറിസമാണ്. അത് ശരിയായ സെക്യുലർ എന്ന് പറയുന്നത് അർത്ഥമില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഭൂരിപക്ഷ മതത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ നമ്മൾ കഴിഞ്ഞുകൊള്ളുക എന്ന് പറയുന്ന സിദ്ധാന്തമാണ് അവർ പറയുന്നത്. അവരുടെ ഭരണഘടനയിലെ മതേതരത്വം മാറ്റണം, ജനാധിപത്യം വേണമെന്നില്ല, ജനാധിപത്യം മാറ്റണം, ഫെഡറൽ സംവിധാനത്തെ മാറ്റണം, എന്നിട്ട് ഭരണഘടന ചെയ്യണമെന്നാണ് അവർ ഒരു നേരെ ഇന്ത്യൻ ജനതയ്ക്ക് നേരെ ഒരു ഭീകര അവസ്ഥ രൂപപ്പെട്ടു വരുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഉത്ഭുതരായി. ഒരു ഘട്ടത്തിലെങ്കിലും ജനം ഒന്ന് അലർട്ടാൻ അവർ പറഞ്ഞു, ഈ ഭരണഘടന തകർക്കപ്പെട്ടാൽ രാജ്യം ശിഥിലമാകും, ഉണ്ടാവില്ല രാജ്യം, ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഇന്ത്യ മഹാസഖ്യം വന്നത്, എല്ലാവരും യോജിച്ചത്, പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം തോൽപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തോറ്റില്ലെങ്കിൽ നമുക്ക് നേട്ടമുണ്ടായിട്ടാണ്. നേട്ടം എന്ന് പറയുന്നത് അവർ വിചാരിച്ച നിലയിൽ 400 സീറ്റ് കൊണ്ട് വന്ന് ഞങ്ങൾ ഇതെല്ലാം കാണിച്ചതിന് ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല, ഈ ഭരണഘടനയാണ് ഞങ്ങൾ എത്തിച്ചത് എന്ന് പറയുന്നതിൽ. പക്ഷേ അതുകൊണ്ടെന്തോ രക്ഷപ്പെട്ടു എന്നത് കരുതണ്ട. ആപൽക്കരമായ നിലയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് പോകുന്നതും. അതിനെതിരായി മതേതര വിശ്വാസികൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നീങ്ങിയല്ലാതെ മറ്റൊരു മാർഗവും. അതിനാണ് ജീവിതമാണ് രൂപപ്പെട്ടത്. ഈ രാജ്യത്തിന് നിലനിൽപ്പും നമ്മുടെ ജീവിതവും നമ്മുടെ തലമുറ നടത്തുന്ന ഈ ക്യാമ്പയിൻ ഒരു സംസ്ഥാന വ്യാപകമായ ക്യാമ്പയിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിനാണ്. കാസിമിക്കുറകൾ പറഞ്ഞത് പുറത്തു വെക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു സമയം താല്പര്യമില്ലാതുകൊണ്ടാണ് ഇത് ഇൻഡോർ മീറ്റിംഗ് ആക്കിയത്. ഏതായാലും മറ്റ് ഇതിൻ്റെ ഡീപ്പായി വളരെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മുടെ കാസിമിക്കുറോട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ സമയം കവരുന്നില്ല. ഏതായാലും ഒരു 10 മിനിറ്റ് വൈകാനായിട്ട് ഞാൻ നേരത്തെ പുറപ്പെട്ടു. പക്ഷേ ഭയങ്കര എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പയിൻ ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചു. അതുപോലെ തന്നെ ഈ മഹത്താ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അതുപോലെ തന്നെ ഇന്നത്തെ ഈ കേരളം ഒരു പ്രാന്തമാകില്ല എന്ന ഈ സെമിനാറിന്റെ മുഖ്യഭാഷണം നടത്തിയ സംസ്ഥാന സെക്രട്ടറി സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഈ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ നിർത്തുന്നു. ഈ വർഗീയ ധ്രുവീകരണം ആ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന്
നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി, ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold and Diamonds, Kerala and Karnataka, the glow of purity.